നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. മാധ്യമപ്രവർത്തകർ ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. സമൂഹത്തെ തിന്മയിലേക്ക് തള്ളിവിടുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം. ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ സാമൂഹിക വിഭത്തിന്റെ വക്താക്കളാണെന്നും ആരോപണം. വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ RM മനക്കിലാത്ത് സ്മാരക മാധ്യമ പുരസ്കാര വിതരണം മന്ത്രി നിർവഹിച്ചു. വടക്കൻ പറവൂർ സ്വദേശിനി ഹസീന ഇബ്രാഹിമും വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി PV സമീറും പുരസ്കാരം ഏറ്റുവാങ്ങി. വടക്കാഞ്ചേരിയുടെ സമസ്ത മേഖലയിലെയും പ്രമുഖരുടെ സാന്നിധ്യം പുരസ്കാര വിതരണ ചടങ്ങിന്റെ പെരുമയായി. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പുതുവിപ്ലവം രചിക്കാൻ വടക്കാഞ്ചേരി നഗരസഭ. മലിനജലം മൂലമുണ്ടാകുന്ന മാറാവ്യാധികൾക്ക് പരിഹാരം കാണാൻ നഗരസഭാതിർത്തിയിലെ 5 പാക്കേജ്ഡ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കും. സംസ്ഥാന ശുചിത്വ മിഷന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് പ്ലാന്റ് സ്ഥാപിക്കുക. അത്താണിയിലും മെഡിക്കൽ കോളേജ് പരിസരത്തും പ്ലാന്റ്. ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിന് ശാശ്വത പരിഹാരമാകുമെന്ന് സെക്രട്ടറി KK മനോജ്. അക്ഷര കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നതായി സനീഷ് കുമാർ ജോസഫ് MLA. പൊതുവിദ്യാഭ്യാസ രംഗത്തിന് നിലവാരമില്ലെന്ന് ഒരു മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നത് വലിയ ഗതികേടാണെന്നും ആരോപണം. സംസ്ഥാനത്ത് കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഭരണമെന്നും കുറ്റപ്പെടുത്തൽ. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യം. സംയുക്ത അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം. പാലപ്പിള്ളി വലിയകുളത്ത് വീണ്ടും പുലി. പശുവിനെ കൊന്ന് ഭക്ഷണമാക്കിയ നിലയിൽ. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലി സാന്നിധ്യം. വലിയ ഭീതിയിലും ആശങ്കയിലും ജനങ്ങൾ. മനുഷ്യ വന്യമൃഗ ഏറ്റുമുട്ടൽ ഫലപ്രദമായി നേരിടുന്നതിന് പദ്ധതി രൂപരേഖ തയ്യാറാക്കണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രശ്നകലുഷിതമാക്കാൻ ശ്രമിച്ചാൽ BJP സംരക്ഷണ കവചമൊരുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ബോധപൂർവ ശ്രമമെന്നും ആരോപണം. മൂവാറ്റുപുഴ വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യം. വടക്കാഞ്ചേരിയിൽ BJP അഭിനന്ദൻ സദസ്സ് നടന്നു. വെള്ളാങ്കല്ലൂർ വള്ളിവട്ടത്ത് കുറുനരിയെ ചുറ്റിവരിഞ്ഞ നിലയിൽ ഭീമൻ പെരുമ്പാമ്പ്. സർപ്പ റെസ്ക്യൂ അംഗം ബിനീഷ് എത്തി പാമ്പിനെ പിടികൂടി. 15 അടി നീളവും 35 കിലോ തൂക്കമുള്ള പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. മുണ്ടത്തിക്കോട് DVLP സ്കൂൾ മുറ്റത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുളിമുത്തശ്ശിക്ക് സ്നേഹാദരമൊരുക്കി അധ്യാപക രക്ഷാകർതൃയോഗം. പുളിമരത്തിന് പൊന്നാട ചാർത്തി. ആദരണ സമ്മേളനത്തിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ള പ്രമുഖർ. പുളിച്ചോട്ടിൽ സ്നേഹസംഗമം. കിലോഗ്രാമിന് 29 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വടക്കാഞ്ചേരിയിൽ വിതരണം ചെയ്തു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് അരി വാങ്ങാൻ വൻ തിരക്ക്. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ സംരക്ഷണ ഫോറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കും മാതാപിതാക്കൾക്കും സ്നേഹസ്പർശം ശില്പശാല. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. രാമായണ മാസാചരണം. ക്ഷേത്രങ്ങളിൽ ഭക്തി നിർഭരം പരിപാടികൾ. കോലഴി ശ്രീ പൂവണി ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. വടക്കാഞ്ചേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ
സമൂഹ ലളിത സഹസ്രനാമജപം ഭക്തിസാന്ദ്രമായി.